പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. സുബഹിയല്ലാത്ത നമസ്കാരങ്ങളിൽ മൂന്നാമത്തെ റക്അത്തിൽ മഅ്മൂമിന് ഫാത്തിഹ പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമസ്കാരം ബാത്തിലാകുമോ അതോ ഇമാമിനെ പിന്തുടർന്ന് റുക്അയിലേക്ക് പോവുകയാണോ വേണ്ടത് എന്നാണ് ഒരു ശ്രോതാവ് ചോദിക്കുന്നത്. ഇമാമിനോടൊപ്പം നമസ്കരിക്കുന്നൊരു മഅ്മൂം അദ്ദേഹത്തിന് ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണല്ലോ ചോദ്യം. സ്ഥിരമായി ഈ ഒരു അവസ്ഥയാണ് ഇമാമിൽ നിന്ന് ഉണ്ടാവുന്നത് എങ്കിൽ, അഥവാ വളരെ ധൃതിയിൽ ഖുർആൻ ഓതുകയാണ്, സാധാരണ രൂപത്തിൽ ഫാത്തിഹ ഓതുകയാണ് എങ്കിൽ മഅ്മൂമിന് ഇമാമിനെ പിന്തുടരാൻ സാധിക്കുന്നില്ല, അത്രമാത്രം ദ്രുതഗതിയിലാണ് ഇമാം ഫാത്തിഹ ഓതുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഇമാമുകളായി നിൽക്കുവാൻ പാടില്ല. കാരണം നമസ്കാരത്തിൻ്റെ ഒരു റുക്കിനാണ് ഫാത്തിഹ ഓതൽ, അത് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മഅ്മൂം ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെ നഷ്ടപ്പെട്ട് മഅ്മൂമിന് ഇമാമിൻ്റെ ഫാത്തിഹ തുടരാൻ സാധിക്കുന്നില്ല, റുക്കൂയിലേക്ക് പോകുന്ന അവസ്ഥയിൽ പോലും അയാൾക്ക് മഅ്മൂമിന് ഫാത്തിഹ പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ മഅ്മൂം എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഇമാമിനെ പിന്തുടരുകയാണ്. പിന്നീട് അദ്ദേഹം ഫാത്തിഹ ഓതാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കാരണത്താൽ ഒരു റക്അത്ത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. എല്ലാ ആളുകളും, ഇമാമാകട്ടെ മഅ്മൂമാകട്ടെ, ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരമാകട്ടെ, പതുക്കെ ഓതുന്ന നമസ്കാരമാകട്ടെ, ഏതൊരു നമസ്കാരത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. മസ്ബൂക്കായി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിർബന്ധമില്ല എന്ന് മറ്റ് ഹദീസുകളിൽ മനസ്സിലാക്കുക. ഒരാൾ വൈകി വന്നു, അങ്ങനെ ഇമാം റുക്കൂയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് മഅ്മൂം കടന്നു വന്നെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പോവുകയും എന്നാൽ റുക്കൂയിൽ പോയ ഇമാമിനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണ് മസ്ബൂക്ക് എന്ന് പറയുക. മസ്ബൂക്കായ ആളല്ലാത്ത ബാക്കി എല്ലാ ആളുകളും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമിനെ പോലുള്ള പണ്ഡിതന്മാർ ഒക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു അലം, ഈ രൂപത്തിലാണ് ഈ മഅ്മൂം പ്രവർത്തിക്കേണ്ടത്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.